നാളായിട്ട് വാശിയായിരുന്നു. നീ എന്റെ പെങ്ങടെ പറയാൻ പറഞ്ഞ് കമന്റ് അടിക്കില്ല. കഴിവേറവനെ അടിച്ചു ഞാൻ ശരികളി. എന്താ അറിയാമോ അടിച്ചു എന്താ പക്ഷേ ഇവനെ ഒരെല്ലാം അല്പം കൂടുതലാണ്. പെമ്പിള്ളേരെ കാണുമ്പോ സ്വല്പം മോട അതിലുള്ള എല്ലാം ഊരിയെടുത്താൽ എന്റെ അസുഖം മാറി കിട്ടും. അതും ചുമ്മാരി. അയ്യോ ആള് മാറിയതാവും പാവം. ഒന്നും മാറിയിട്ടില്ല. നോക്കിക്കോ, താത്തി ഒരു ഇടി വെച്ചു കൊടുത്താൽ അയ്യോ നിപ്പ പിടിക്കും. അയ്യോ ആള് മാറിയതാവും പാവം. നിങ്ങൾ എന്താണ് പറയണത്? ഈ പാവത്തിന് സംസാരം കൂടി വയസ്സാണ്. ഇവരാണ് പെമ്പിളെ കമ്മി അടിക്കുന്നത്. താഴെ അറിഞ്ഞുകൂടാ ആടിച്ചടാ. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചോദിക്കാം, നീ ആ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ ഇളയ മോനല്ലേ? അമ്മോനല്ലേ നമ്മുടെ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ? അയാളുടെ രണ്ടാമത്തെ മോനാ. ഇവന്റെ ചേട്ടൻ മഹാപ്പഴയാ. എന്റെ കൂടെ പഠിച്ചതാ. കണ്ടാൽ ഇത് പോലിരിക്കും. ആ തള്ളയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അമ്മോനറിയില്ലേ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? തന്റെ കണ്ണ് എവിടാടോ? സോറി, ആള് മാറിപ്പോയതായിരിക്കും. രാവിലെ തന്നെ വെള്ളങ്ങൾ വെച്ചോണ്ട് ഒരു മലവിനെ മേക്കിട്ട് കയറാൻ. നീ ഇപ്പൊ പോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ അടി വെച്ചോണ്ടല്ലോ. അവൻ ആരാണ് മനസ്സിലായോ? ആ സൂസമ്മയുടെ ബ്രദറാ. ഓഹോ, ഞാനുള്ളതുകൊണ്ടാ തല്ലുകൊള്ളാത്തത്. എടാ നിതിൻ, ഏതായാലും ശകുനപ്പഴയാ. അവൻ ഗോവിന്ദൻ നായരെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്ഥലം വിടാം. നമ്മുടെ സൂപ്പർ സോണിക്കിനെ കാണാനില്ലല്ലോ. ആര്? ലതയോ? അവള് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിന്ന പ്രോഗ്രാം എല്ലാം തെറ്റും. ഒന്ന് പോറോ, 5 മിനിറ്റുണ്ട്. ഇന്നത്തെ ചാർട്ടിങ് എന്താന്ന് നോക്കട്ടെ. 8:50 ഇവിടെ ലത, 9 മണിക്ക് വിമൻസ് കോളേജ് താര, 9:10 ഹോളി ഏഞ്ചൽസ് നമ്മുടെ ഷീല ജോർജ്, 9:25 ഓൾ സയൻസ് കോളേജ് ലീലീന, 10 മണിക്ക് ഓഫീസ് ചരക്കുകൾ. പിന്നെ ഉച്ചയ്ക്കുള്ള പ്രോഗ്രാം. ഷീസ് കമ്മിങ്. അപ്പോഴേ കുട്ടി, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരായി ഗോവിന്ദൻ നായര്? പിന്നെ എന്തോർത്തോണ്ടാ അറിയാന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ഈ അറിഞ്ഞൂടാത്തതെല്ലാം അറിയാന്ന് പറഞ്ഞ് വയസ്സന്മാരുടെ ഒരു സ്വഭാവം. കാത്തുന്നേ കാലിന്റെ അടി വേര് കളിച്ചു. എന്നാലെങ്കിലും ഒന്ന് കടാക്ഷിക്ക് വെച്ചേ. കടാക്ഷിക്കുന്നുണ്ടല്ലോ. പോരാ, ഇങ്ങനെ 5 നിമിഷം കൊണ്ടോ 10 നിമിഷം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന കൂടുതൽ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഞാൻ നാളെ ഹോസ്റ്റലിലോട്ട് വരാം. ഓക്കെ? നോക്കട്ടെ, നാളെ പറയാം. നാളെ പറയാന്ന് പറയുന്നത് എത്ര ആളായി? ഞാൻ നാളെ ഹോസ്റ്റലിൽ വരും. വരട്ടെ. വരും. സോറി. എടേ ഇനി വന്നേ. നീ ആ ഗോവിന്ദയുടെ മൂത്തവൻ? ഞാൻ ആ ഗോവിന്ദന്മാര്. പോവാ, ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങും. വണ്ടിയുടെ കാവ്യം കാവ്യം വെണ്ണിനഴകായ നിങ്ങളെ പോലെ മണ്ണിൽ ഞങ്ങൾ പറന്നു പോകും സിന്ദൂരമേഘം ശൃംഗാരകാവ്യം ശൃംഗാരകാവ്യം വെണ്ണിനഴകായ നിങ്ങളെ പോലെ മണ്ണിൽ ഞങ്ങൾ പറന്നു പോകും സിന്ദൂരമേഘം ശൃംഗാരകാവ്യം.
മൃദുസ്മേരമാ ഒളി വീശിടും നിരകാനുരാഗങ്ങളാ എന്നും സൗന്ദര്യ രൂപങ്ങളാ മൃദുസ്മേരമാ ഒളി വീശിടും നിരകാനുരാഗങ്ങളാ എന്നും സൗന്ദര്യ രൂപങ്ങളാ ചുണ്ടിൽ പുഞ്ചിരിയായി നെഞ്ചിൽ മുന്തിരിയായി ചുണ്ടിൽ പുഞ്ചിരിയായി നെഞ്ചിൽ മുന്തിരിയായി കൊതിച്ചു മതിച്ചു ഞങ്ങൾ പോകും സിന്ദൂരമേഹം ശൃംഗാരകാവ്യം സിന്ദൂരമേഹം ശൃംഗാരകാവ്യം വെണ്ണിനഴകായ നിങ്ങളെ പോലെ നിന്നഴകായ നിങ്ങളെ പോലെ മണ്ണിൽ ഞങ്ങൾ പറന്നു 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 പോകും സിന്ദൂരമേഘം ശൃംഗാരകാവ്യം കുറുമുല്ല പോ ചിരിതൂകിടും കുളി തേടും മോഹങ്ങളാ എന്നും കൗമാര സ്വപ്നങ്ങളാ കുറുമുല്ല പോ ചിരിതൂകിടും കുളി തേടും മോഹങ്ങളാ എന്നും കൗമാര സ്വപ്നങ്ങളാ കണ്ണിൽ സീമന്തമായി എന്നും ഹേമന്തമായി കണ്ണിൽ സീമന്തമായി എന്നും ഹേമന്തമായി ചിരിച്ചു രസിച്ചു ഞങ്ങൾ പോകും സിന്ദൂരമേഹം ശൃംഗാരകാവ്യം സിന്ദൂരമേഹം ശൃംഗാരകാവ്യം വെണ്ണിനഴകായ നിങ്ങളെ പോലെ നിന്നഴകായ നിങ്ങളെ പോലെ മണ്ണിൽ ഞങ്ങൾ പറന്നു 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 പോകും സിന്ദൂരമേഘം ശൃംഗാരകാവ്യം സിന്ദൂരമേഘം ശൃംഗാരകാവ്യം നിന്നഴകായ നിങ്ങളെ പോലെ വെണ്ണിനഴകായ നിങ്ങളെ പോലെ മണ്ണിൽ ഞങ്ങൾ പറന്നു 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 പോകും സിന്ദൂരമേഘം ശൃംഗാരകാവ്യം ലാ 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 സമയം പറയും ഈ ഫ്രണ്ട് ഇങ്ങനെ പച്ചക്കണ്ട അവിടെ മുമ്പേ മുളച്ചിട്ടുള്ളതാണ് കൈങ്ങനെ വിടറ ചുമ്മാ എന്ത് ചുമ്മാ രണ്ട് സോറി എന്ത് പറ്റി